വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്നുള്ളത് ഏകദേശം ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം കൂടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് എൻ്റെയൊക്കെ വ്ളോഗൊക്കെ നമ്മൾ ഫുള്ളായിട്ടും ചെയ്യാറില്ലെങ്കിൽ പോലും കുറച്ചായിട്ട് നമ്മുടെ വ്ളോഗുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വാങ്ങുന്ന സാധനങ്ങളും പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന എസെൻഷ്യൽ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. 1.4K വ്യൂസ് വന്നതിന് വളരെ താങ്ക്സ് എല്ലാവർക്കും. വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. പിന്നെ ഒരു വീഡിയോ കൂടി ഓസ്ട്രേലിയയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒട്ടും റീച്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും കാണാത്തവരുടെ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് ആദ്യം കഴിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ കുറേ തിങ്സ് നമ്മളിങ്ങനെ എടുക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ ബാഗ് വാങ്ങിയ വീഡിയോസൊക്കെ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കൺട്രി മാത്രം നോക്കിയിട്ടല്ല, ആ കൺട്രിയിൽ എന്തെല്ലാം വേണമെന്ന് നോക്കിയിട്ടില്ല. കൺട്രിയിൽ ഇപ്പോൾ പോകുന്ന 10 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ 10 കുട്ടികളുടെയും അഭിരുചികളും അവരുടെ ആവശ്യങ്ങളും എല്ലാം കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും എന്തായാലും. ഉദാഹരണത്തിന് ചില കുട്ടികൾ കൂടുതൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും, അപ്പോൾ അവർ കൂടുതൽ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങേണ്ടി വരും. ചില ആൾക്കാർക്ക് ഡ്രസ്സിങ്ങിലാണ് ക്രേസ്, അപ്പോൾ അവർ കൂടുതൽ വാങ്ങേണ്ടി വരും. പിന്നെ നമ്മൾ കോഴ്സ് ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മുടെ റീജിയൻ, നമ്മൾ എവിടെയാണ് പോകുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഏകദേശം ഒരു 50ഓളം സാധനങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. എന്തായാലും ഞാനൊരു 14 സാധനങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ പറയാം. പിന്നെ കുറച്ച് സാധനങ്ങളിൽ നമുക്ക് കുട്ടികൾ തമ്മിൽ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോലെ തന്നെ തിങ്സിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് വേറൊരു കൺട്രിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓസ്ട്രേലിയ പോകുന്നതുകൊണ്ടാണ് ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം തന്നെ ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ പോകുന്ന സമയത്ത് ജോലിക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് വേണ്ട ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണ്. എല്ലാ ഐറ്റംസും ബ്ലാക്ക് ആണ് കേട്ടോ. അതായത് ഷർട്ടാണെങ്കിലും ടീഷർട്ടാണെങ്കിലും അത് ഫുൾ സ്ലീവ് പറ്റില്ല എന്നാണ് ഫുൾ സ്ലീവ് പറ്റില്ല അങ്ങനെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെന്നൊക്കെ. ഫുൾ സ്ലീവ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഫുൾ സ്ലീവ് അവിടെ ഉപയോഗിക്കുന്നവരുണ്ടാവട്ടോ. അവർ പറയുന്നത് ഞാൻ തെറ്റായ ഇൻഫർമേഷൻ തന്നതെന്നുള്ളത്. അത് നമുക്ക് കിട്ടുന്ന ജോലിക്ക് അനുസരിച്ച് ഹൈജീൻ ഇഷ്യൂ കാരണമാണ്, ഹൈജീനിക് ആവാൻ വേണ്ടിയിട്ടാണ് ഫുൾ സ്ലീവ് പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ജോലിക്ക് അനുസരിച്ച് ചില ജോലികളിൽ ഫുൾ സ്ലീവ് പറ്റും, ചില ജോലികളിൽ ഫുൾ സ്ലീവ് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിയ ടീഷർട്ട് ടൈപ്പുകളിൽ നമ്മൾ ഹാഫ് സ്ലീവ് ആണ് വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫുൾ സ്ലീവ് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഹാഫ് സ്ലീവ് വാങ്ങി. നമ്മൾക്ക് ഇവിടെ ബ്ലാക്ക് നമ്മൾ വിചാരിക്കും ബ്ലാക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് എന്തോന്ന് അറിയില്ല, ഇവിടെ ബ്ലാക്ക് കിട്ടാൻ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടി. സൈസ് ആണെങ്കിലും അതെ ബ്ലാക്ക് ആണെങ്കിലും അവസാനം നമ്മൾ ബോയ്സിൻ്റെ ടീഷർട്ടിൽ നിന്നാണ് ടീഷർട്ട് എടുത്തത് എന്നുള്ളതാണ്. കാരണം ഒരു ബ്രാൻഡിൻ്റെ ഒരു മാർക്കെങ്കിലും വരികയാണ് അതിൽ. അപ്പോൾ അത് നന്നായിട്ട് ഒരു മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതല്ലാതെ ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വാങ്ങുകയാണെങ്കിലും അവർ ബ്രാൻഡിൻ്റെ മാർക്ക് പലതും വൈറ്റിലും ഒക്കെ തന്നെയാണ് മാർക്ക് കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ ബ്രാൻഡിൻ്റെയാണ് അങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതായത് ഒരു ടീഷർട്ട് മാത്രം ഞാനത് കാണിക്കുന്നു. ബാക്കിയുള്ള ഇതിലുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ഡ്രസ്സുകളും നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ലെങ്തി ആവും. അതുകൊണ്ടാണ് ഒരു ടീഷർട്ട് ഞാൻ കാണിക്കുന്നു. അപ്പോൾ ഫുൾ സ്ലീവ് നമ്മൾ വാങ്ങുന്നുണ്ട് കേട്ടോ. വാങ്ങാതെ ഇരിക്കുന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളുടെ അവിടുത്തെ ആവശ്യകത എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഫുൾ സ്ലീവ് നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷർട്ടാണ് നോക്കുന്നത്. ഷർട്ട് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മുടെ സൈസും കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് ഷർട്ട് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സൈസും നമ്മൾ ഉദ്ദേശിക്കുന്നത് രീതിയിലുള്ളൊരു കംഫർട്ടബിൾ ആയത് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാൻസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാൻസുകൾ നമ്മൾ കുറച്ച് തപ്പിയിട്ട് തന്നെയാണ് കിട്ടിയത്. ഇത് നമ്മൾ ഈ ടൈപ്പ് അല്ലാത്ത വേറെ ടൈപ്പ് കാഷ്വൽ വെയർ പോലത്തെ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമ്മളിപ്പോൾ നമുക്കറിയില്ല, നമുക്ക് ആദ്യം തന്നെ കുറേ ദീർഘവീക്ഷണം നടത്തിയിട്ട് പോവുകയല്ല കേട്ടോ. എന്നാൽ പോലും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ദീർഘവീക്ഷണം ആവാന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്നു, പിന്നെ ഒരു കൺട്രിയിൽ നിന്ന് ഒരു കൺട്രിക്ക് നമ്മളിത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു ഫോർമൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് പോലത്തെ അങ്ങനത്തെ മെറ്റീരിയലും അങ്ങനത്തെ ഡിസൈനിലുള്ള പാൻസ് തന്നെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതൊരു ബ്രാൻഡാണ്, അവിടുന്ന് ഒന്നാണ് വാങ്ങിയത്. കാരണം സൈസും കൂടി വേണ്ട. ഇത് നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് വേറെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ കിട്ടിയതാവട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം വാങ്ങി. ഇത് നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. അതായത് അതേപോലെ തന്നെ
ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റാവുന്ന പാൻസാണ്. അങ്ങനത്തെ നമ്മൾ നോക്കിയിട്ട് വാങ്ങുന്ന എക്സിക്യൂട്ടീവ് ടൈപ്പ്. പക്ഷെ ഈ പാൻസുകൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കിത് അത്ര തന്നെ ഇഷ്ടമായിട്ടില്ല. എന്നാലും ഇത് കുഴപ്പമില്ല, അല്ല കാരണം കിട്ടുന്നതിന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി ഇഷ്ടമായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ വാങ്ങുക എന്നുള്ള രീതിയിലാണ് വാങ്ങുന്നത്. നമ്മൾ 3 സെറ്റാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 2 സെറ്റ് അല്ല 3 സെറ്റിന് പാൻസ് 3 അല്ല ഇത് ബ്ലേസറാണ്, സോറി. പാൻസ് 2 ആയിട്ടുണ്ട്, ടീഷർട്ട് 3 ആയിട്ടുണ്ട്. ഇനി ഒരു ഫുൾ സ്ലീവ് ബ്ലാക്ക് ഷർട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പാൻസ് കൂടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വാങ്ങിയ പാൻസ് നമുക്ക് ഇഷ്ടമായി. പക്ഷെ അവിടെ ആ സൈസിൽ 8 സൈസ് UK 8 എന്നുള്ള ആ സൈസിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് വാങ്ങാതെ ഇരുന്നിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കും. നാളെ വീണ്ടും തപ്പണം. ഇതൊരു ബ്ലേസർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് നമ്മൾ എക്സിക്യൂട്ടീവ് ടൈപ്പ് പാൻസ് വാങ്ങുകയാണെങ്കിൽ ഈ ബ്ലേസറിനും അത് സ്യൂട്ടബിൾ ആവും. ഇതിന് ഉള്ളിലിടാൻ ബ്ലാക്കോ വൈറ്റോ അങ്ങനെ ഏതെങ്കിലും, ബ്ലാക്ക് തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരെണ്ണം കുട്ടികൾ എന്തായാലും ഫോർമൽ ഷർട്ടുകൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അത് പിന്നെ കോഴ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ എന്തായാലും ബ്ലേസർ എന്തായാലും അത്യാവശ്യം ഉണ്ടായിരിക്കും. നാട്ടിൽ എല്ലാ കോളേജുകളിലും ആവശ്യമാണല്ലോ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അവിടെയും ആവശ്യമുണ്ടാകും. അപ്പോൾ അത് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് അത്യന്താപേക്ഷിതമായ ടൈയും ബെൽറ്റും വേണമല്ലോ. അപ്പോൾ അതും കൂടി ഇവിടുന്ന് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ നോക്കുക. പല കുട്ടികളുടെ കയ്യിലും ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ കോൺവൊക്കേഷന് വാങ്ങിയതോ അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് തന്നെ ഒരു ജോലി അതായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പാൻസ് വാങ്ങുമ്പോൾ പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ജോലിക്ക് പോവുകയാണെങ്കിൽ കോളേജിലേക്ക് ഇപ്പോൾ നമ്മൾ കാഷ്വലായ പാൻസ് ഇട്ടിട്ട് പോകുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അവിടേക്കും കൂടി ഇടാൻ പറ്റാവുന്ന എക്സിക്യൂട്ടീവ് സ്റ്റൈൽ പോലുള്ളത് വാങ്ങുകയാണെങ്കിൽ ഒരേ വസ്ത്രം തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ടൈം ഒരേപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ദീർഘവീക്ഷണം ചെയ്യല്ല. ഒരു പക്ഷേ അങ്ങനെ ആവാം, ഒരു പക്ഷേ അറിയില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചിന്തിച്ചിട്ട് തന്നെ വാങ്ങുക. ആ ഒരു ലെവലിൽ വാങ്ങിയതാണ്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബ്ലാക്ക് എസെൻഷ്യൽസ് വളരെയധികം അത്യാവശ്യമാണ്. കുട്ടികൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് തന്നെ ഒന്നാമത്തെ ലിസ്റ്റിൽ തന്നെ അത് ഏറ്റവും അത്യാവശ്യം. നമ്മൾ വസ്ത്രം എന്നും ഉപയോഗിച്ചുകൊണ്ട് പോകേണ്ടതല്ല. അപ്പോൾ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് കുട്ടികൾ അത് വാങ്ങുക. അതായത് ബ്ലാക്ക് ജീൻസ് ആണെങ്കിലും അതെ, പാൻസ് ജീൻസ് നമ്മൾ ബ്ലാക്ക് കൊണ്ടുവന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല എന്നുള്ളത്. പിന്നെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ബ്ലാക്ക് ജീൻസ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ബ്ലാക്ക് ഷർട്ട് പിന്നെ 2 കുറഞ്ഞിട്ട് എന്തായാലും വാങ്ങണ്ട, 3 4 വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ടീഷർട്ടുകൾ അവിടെ അത്ര തന്നെ കുറച്ചും കൂടി അവൈലബിൾ ആവും തോന്നുന്നു. പിന്നെ വിലയും ഇത്ര തന്നെ, വിലയും വലിയ വ്യത്യാസമില്ലാതെ. അപ്പോൾ ടീഷർട്ടിനെക്കാട്ടിലും പാൻസും ജീൻസും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഷൂസ് അത് ബ്ലാക്ക് ഷൂ തന്നെ നോക്കുക. അത് ബ്രാൻഡ് നമുക്ക് നമ്മൾ കുറേ നോക്കി, പക്ഷെ ബ്രാൻഡ് നമുക്ക് വൈറ്റ് ബ്രാൻഡിൻ്റെ മാർക്കില്ല നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടി ആവണല്ലോ. ഈ മോഡൽ നമുക്ക് ഇഷ്ടമായി. ഇതിങ്ങനെ ഉയരുണ്ട്. അപ്പോൾ അവിടെ മഴയ്ക്കുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഉയരെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടി കംഫർട്ടബിളായിട്ട് തോന്നി. ഇത് നമുക്കൊരു ഇഷ്ടമായി. ഇപ്പോൾ ഒരു സേഫായ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ബ്രാൻഡ് US പോളോയുടെ ബ്രാൻഡാണ് വാങ്ങിയത്. അപ്പോൾ പക്ഷേ മാർക്കുണ്ട്. അതെ, ഈ ബാക്കിലത്തെ ഈ മാർക്ക് പാൻസ് കൊണ്ട് കവർ ചെയ്യും. ഇത് കുറച്ച് കവർ ചെയ്യും, എന്നാലും കാണും. ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്തായാലും ഇതാണ് വാങ്ങിയത്. പിന്നെ സോക്സ് വാങ്ങണം നിങ്ങൾ. സോക്സ് അത്ര നിർബന്ധമില്ല, എന്നാൽ പോലും നമുക്ക് ഇന്ന് അവിടെ ചെന്നിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അപ്പം തന്നെ നമുക്ക് വാങ്ങാൻ പോകാനുള്ളൊരു അസൗകര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബോക്സ് ഒരു 5-6 ജോഡി സോക്സ് തന്നെ വാങ്ങിക്കോളൂ. കാരണം സോക്സൊക്കെ എന്നും മാറണ്ടേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5-6 ജോഡി സോക്സ് വാങ്ങാം. പിന്നെ ഇത് ഇപ്പോൾ മഴയുള്ള അവിടെ ഓസ്ട്രേലിയയിൽ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാ വെള്ളത്തിലും കഴുകാനും ഒക്കെ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പിന്നെ വേറെ ക്രോക്സ് അല്ല, ഇത് ക്രോക്സ് പോലത്തെ അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി. ഇതൊക്കെ നമ്മൾ കുറേ തപ്പി ഇങ്ങനെ തന്നെ കിട്ടണം, വാഷ് ചെയ്യാൻ പറ്റുന്നതും ലൈറ്റ് വെയിറ്റ് വാങ്ങിയിട്ട് കിട്ടണമെന്ന് വിചാരിച്ച് കുറേ തപ്പിയിട്ട് നമുക്ക് ഇതേപോലത്തെ കിട്ടിയതിട്ടാ. എന്തെങ്കിലും മാർക്കൊക്കെ ഉണ്ടാവുന്നതാണ് കിട്ടുന്നത്. ഇത് പിന്നെ എല്ലാം ബ്ലാക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബ്ലാക്ക് മാറ്റി വാങ്ങിയത്. പിന്നെ നമ്മൾ വേറെ ഷൂസൊക്കെ 8 പേഴ്സ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ടൈപ്പ് 8 പേർ എന്തുകൊണ്ടാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ട്രഡീഷണൽ ഒരു സെറ്റ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഓൾറെഡി കയ്യിലുണ്ടാവുന്ന ബ്രാൻഡുകൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ.
അത് നല്ല ഷൂ നമ്മൾ നോക്കിയിട്ട് മുന്നേ വാങ്ങിയതാകുമ്പോൾ നമുക്കത് കളഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ, അവിടെ പോയാലും വേണ്ടേ. ഇത് എന്നും ജോലിക്ക് പോകണ ഈ ഒരു ജോലിക്ക് മാത്രമായിട്ട് പോയാൽ പറ്റില്ലല്ലോ. അപ്പോൾ ആ കയ്യിലുള്ളതും ഓരോ ടൈപ്പിനുള്ള ഇപ്പോൾ പിന്നെ ട്രഡീഷണൽ ആയതാണെങ്കിലും പിന്നെ സാധാ ജീൻസിനാണെങ്കിലും അങ്ങനെ കാഷ്വൽ ആയിട്ടാണെങ്കിലും ആ ടൈപ്പ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 8 സെറ്റ് ഷൂസ് ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത എസെൻഷ്യൽ തിങ് ഞാൻ നോട്ട് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നും തെറ്റിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഷൂസ് വാങ്ങാൻ നോക്കുക, 3 പേരെങ്കിലും അല്ലെങ്കിൽ 3-4 പേര് വാങ്ങാൻ നോക്കുക. ഒന്ന് ജോലിക്ക് പോകണം, ഒന്ന് സാധാ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമല്ലോ ആ സമയത്ത് ഇടാൻ പറ്റുന്ന, പിന്നെ സാധാ മഴയൊക്കെ ഉള്ളപ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഇത്, പിന്നെ ട്രഡീഷണൽ അങ്ങനെ ഏതെങ്കിലും വന്ന് അപ്പം തന്നെ 4 ജോഡി ആയില്ലേ. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി വെക്കാൻ ശ്രമിക്കുക, നമ്മളവിടെ പോയി വാങ്ങണ്ടേ. അപ്പോൾ ജോബിനുള്ളതും സാധാ കോളേജിൽ പോണതും സാധാരണ സമയത്ത് ഇടേണ്ടതും പ്രത്യേകം ഓർക്കുക. അപ്പോഴത്തെ 3-4 ജോഡി തന്നെ മസ്റ്റാണ് കേട്ടോ. പിന്നെ അണ്ടർ ഗാർമെൻസിൻ്റെ കാര്യത്തിൽ അത് മസ്റ്റാണ്. അത് ഒരു 10 നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും വാഷ് ചെയ്ത് എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ എത്രത്തോളം പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു 10 തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അതൊന്നും നമുക്ക് വേസ്റ്റ് ആവില്ലല്ലോ ഒരിക്കലും. പിന്നെ നമ്മൾ പിന്നെന്താ പിന്നെ പ്രത്യേക ജാക്കറ്റാണ്. അപ്പോൾ അതിൽ ഇതാ നമുക്ക് കാണുന്നത്, ഇത് വാങ്ങാൻ പോയത് മെറ്റാളിൽ നിന്ന് നമ്മൾ വാങ്ങിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ കളറ് നമുക്ക് ബ്ലാക്ക് അല്ലാത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം തപ്പിയിട്ടാണ് നമുക്ക് കിട്ടിയത്. അത് മെറ്റാളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ. പിന്നെ ഇതാ വേറെ പഫർ ജാക്കറ്റ്, ഏറ്റവും ഹെവി അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടൈപ്പ്, അത്ര ഇങ്ങനെ നിൽക്കുന്നതല്ല പഫർ ജാക്കറ്റ് വാങ്ങിയത്. പിന്നെ ട്രെഞ്ച് കോട്ട് നമുക്ക് ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഷോപ്പ് ഓൺലൈനിൽ, പക്ഷെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് അത് തീർന്നു പോയി. ഇനി വിൻ്റർ കളക്ഷൻ വരുമെന്ന് അറിയില്ല. പിന്നെ ഈ ജാക്കറ്റ് നമുക്ക് വളരെയധികം ഇഷ്ടമായി, ഇത് വളരെ ക്യൂട്ട് പോലെ ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായ ഒരു ജാക്കറ്റാണിത്. ഇതും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസം H&M നിന്നാണ് വാങ്ങിയതാണോ അല്ല മാക്സ് എന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ 3 വാങ്ങുന്നുണ്ട്. പിന്നെ വേറെ ഫോർമൽസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡ്രസ്സൊന്നും എല്ലാം ഒന്നും കാണിക്കുന്നില്ല. മുന്നേ തണുപ്പുള്ളവർ തന്നെ ആയതുകൊണ്ട് മുന്നത്തെ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും ഞാൻ ഫുള്ളായിട്ട് ഡ്രസ്സൊന്നും കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ടവലാണെങ്കിലും തോർത്താണെങ്കിലും നമ്മൾ 2 ടവല് വാങ്ങി, പക്ഷെ നമ്മൾ അവസാനം ഒരു ടവലും 2 കട്ടി കുറഞ്ഞ് തുറന്നുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമുക്കത് യൂസ് ചെയ്യുന്ന ടവൽ എപ്പോഴും നമുക്ക് കഴുകിയിട്ട് ഡ്രൈ ആക്കാൻ എത്രത്തോളം സമയവും കാര്യങ്ങളും അവൈലബിൾ ആവാൻ സൗകര്യം ഉണ്ടാവും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ 2 കട്ടി കുറഞ്ഞ പോലത്തെ തുറത്തുകൊണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നുകൂടി വയ്ക്കുന്നില്ല, പെട്ടിയിൽ വയ്ക്കും. പിന്നെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ആ ക്യാപ്പ് കൊണ്ടുകൊണ്ട് നല്ല എപ്പോഴും സമ്മറൊക്കെ ഉണ്ടാവണ ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ബ്ലാക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ആകെ ബ്ലാക്കിൽ ആകെ ഇതാവണ്ട. അപ്പോൾ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുമ്പോൾ UV ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും വൈറ്റ് വാങ്ങാനും ഭംഗിയാണെങ്കിൽ പോലും അത് കഴുകിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു തരം ബ്രൗണോ അങ്ങനത്തെ എന്തെങ്കിലും തരം കളറുകൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ക്യാപ്പ് പിന്നെ നമ്മൾ ക്യാപ്പിനോട് ഞാൻ എല്ലാം ലിസ്റ്റ് നോക്കി പറയുമ്പോൾ സമയം വഴുകേണ്ട വെച്ചിട്ടാണ്. അതിനോട് ബന്ധപ്പെട്ട ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട കുട ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ്, ജോൺസന്റെ കുട. ഇത് വാങ്ങിയതാണെങ്കിൽ പോലും ഇത് എത്രത്തോളം സ്യൂട്ടബിൾ ആവുമെന്ന് നമുക്കറിയില്ല. അവിടെ കാറ്റും മഴയും ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഇത് മസ്റ്റായിട്ടാണ്, അതെല്ലാം എപ്പോഴും മനസ്സിലാക്കുക. ഇത് അഡാപ്റ്ററാണ് കേട്ടോ. പവർ ബാങ്ക് 2 ഒരുമിച്ച് വാങ്ങാൻ എനിക്ക് സംശയമായി. ഇത് അഡാപ്റ്റർ. അപ്പോൾ ഇത് അഡാപ്റ്റർ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് യൂണിവേഴ്സൽ അഡാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ. അതിന് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നില്ല, പൊട്ടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പിന്നെ നിങ്ങൾക്ക് ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക, യൂണിവേഴ്സൽ അഡാപ്റ്റർ തന്നെ. പിന്നെ വേറെ വേണ്ടത് ട്രഡീഷണൽ ക്ലോത്തിങ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ താല്പര്യം, ട്രഡീഷൻ അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് താല്പര്യം എന്തായാലും വേണ്ടി വരുമല്ലോ, വല്ലപ്പോഴെങ്കിലും നമുക്കത് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ട്രഡീഷണൽ ക്ലോത്തിങ് വാങ്ങുക. പിന്നെ ട്രഡീഷണൽ ഫോർമൽ ക്ലോത്തിങ് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ, അത് വാങ്ങുക. പിന്നെ ഈ തരം പ്ലേറ്റ് എന്തുകൊണ്ടാണ് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ കപ്പും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, കയ്യിൽ കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ കാണിക്കേണ്ടത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ അവനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ്. സ്റ്റീൽ വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. OTG ആണെങ്കിൽ സ്റ്റീൽ വെക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ അതെപ്പോഴും അങ്ങനെ അല്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവനിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചൂടാക്കുക എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്ലേറ്റ്. ഇത് തുണിയുടെ ഇടയിലെങ്ങാനും പൊതിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. ഇനി അവിടെ തന്നെ വെക്കുന്നു കാണിച്ചത്. പിന്നെ ബുക്സ്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനനുസരിച്ചിട്ട് ബുക്സ് അവിടെ കുറവാണ്, എന്നാൽ പോലും
എല്ലാം ഐപാഡോ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതെടുക്കാൻ ശ്രമിക്കുക. എന്നാലും ഒരു ബുക്ക് 1 2 3 ബുക്ക് നിങ്ങൾ ലഗേജിനനുസരിച്ച് വെക്കാൻ ശ്രമിക്കുക. പിന്നെ സ്പൂണ് നമ്മൾ കുറച്ച് സ്പൂണ് കൂടുതൽ എത്ര 10 എത്ര 12 പീസിൻ്റെ സ്പൂൺ സെറ്റുകൾ വാങ്ങുന്നുണ്ട്. പിന്നെ ടിഫിൻ ബോക്സ് മസ്റ്റ് ആയിട്ടാണ്. കാരണം ഇത് ഇത്രയും ടിഫിൻ ബോക്സ് ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതപ്പോൾ എന്തായാലും കൊണ്ടുപോകണേൽ വെക്കും. ഇത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വെച്ചാൽ കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ്. നമുക്ക് 45 കിലോനും 7 കിലോനും ലഗേജ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും എങ്ങനെയാണ് വില കുറഞ്ഞ ടിക്കറ്റിൽ എങ്ങനെ ഇത്ര ലഗേജ് കിട്ടിയെന്നുള്ളതൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഡൽഹി പോകാൻ നമുക്ക് ലഗേജ് കുറവാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് നമ്മൾ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ വാങ്ങാതെ നാട്ടിൽ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ ചെയ്തതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലും നമുക്ക് മനസ്സിലാവും എന്തൊക്കെ എസെൻഷ്യൽ. പിന്നെ ഐറ്റംസ് ഒക്കെ ടിഫിൻ ബോക്സ് ആരും മറക്കാൻ പാടില്ല. ഇതൊക്കെ ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സ്യൂട്ടബിൾ ആവും. ഇത് കൊണ്ടുപോയി നല്ലതാണ്. അവനിലൊക്കെ വെക്കാം, ഫ്രിഡ്ജിൽ കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഈ 3 എന്തായാലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ സാധാരണ ഇടുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഷോർട്ട്സോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുക. പാൻസോ ഷോർട്ട്സോ ഏത് ടൈപ്പ് ഡ്രസ്സാണോ അത് നിങ്ങൾ 4 ജോഡിയെങ്കിലും വാങ്ങട്ടെ. അത് നിർബന്ധമായിട്ട് നമുക്ക് എന്നും യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണല്ലോ അത്. അപ്പോൾ അത് ഒരിക്കലും മറക്കരുത്. സ്വെറ്റർ പോലെ തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാങ്ങുക. അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലൗസ് വാങ്ങാൻ ഒരിക്കലും മറക്കരുത്. ഗ്ലൗസ് നിർബന്ധമായിട്ട് നല്ല ഈ ടൈപ്പൊക്കെ തന്നെ തണുപ്പ് നിൽക്കാവുന്ന ടൈപ്പ് തന്നെ നോക്കി വാങ്ങുക. ആദ്യ ദിവസങ്ങളിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം. പിന്നെ എന്താ പിന്നെ അതിൻ്റെ ഒപ്പം തെർമൽസ് നോക്കുക. ഡ്രസ്സിൻ്റെ ഒപ്പം സെറ്റിൻ്റെ ഒപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ തെർമൽസ് എഴുതി വയ്ക്കുക, നമുക്ക് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്യാപ്പൊക്കെ നമ്മൾ കാണിച്ചല്ലോ. പിന്നെ ബെൽറ്റ്, ടൈ, പിന്നെ വാച്ച് ഒക്കെ നമ്മൾ കുട്ടികൾ ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് കൂടുതൽ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വാങ്ങിയിരുന്നത് ഇത് എന്താ ഇതൊരു ബോഡി ലോഷൻ വിക്ടോറിയസ് ഒരു ഓക്കെ എന്തായാലും അതിൻ്റെ ബോഡി ലോഷൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മോയ്സ്ചറൈസർ, പിന്നെ ഇതൊരു സൺസ്ക്രീൻ വാങ്ങാൻ ശ്രമിക്കുക. കൺട്രിക്ക് അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഫേസ് വാഷ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, പിന്നെ സൺഗ്ലാസസ് നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം ഇവിടെയൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും സ്ഥിരം വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും എന്താണെങ്കിലും അവിടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെന്നുകൊണ്ട് നിങ്ങളുടെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുക എന്നുള്ളത് നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൊട, തൊപ്പി, സൺഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ഇതൊക്കെ നമ്മുടെ ക്യാബിൻ ലഗേജ് തന്നെ നമ്മൾ വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അവിടെ ബ്യൂട്ടി പാർലറൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. 3000 രൂപ വേണം മുടി വെട്ടാന്നൊക്കെ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല, വേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് പെരുകുന്ന ത്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഇപ്പോൾ ഷെമി സെറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ ആവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്. അതൊന്നും മറക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ലഗേജിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം. പിന്നെ ഷാർപ്പ് സ്റ്റീലിൻ്റെ ഒക്കെ ടങ് ക്ലീനർ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ 3 തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടങ് ക്ലീനർ അങ്ങനെയുള്ള ഷാർപ്പ് സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 വാങ്ങാൻ ശ്രമിക്കുക. അത് ലഗേജിൽ തന്നെ വെച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ പവർ ബാങ്ക് വാങ്ങിക്കോളൂ. പവർ ബാങ്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എപ്പോഴും. കാരണം നിങ്ങൾ സ്റ്റഡീസ് കഴിയണോ, നേരെ ജോലിക്ക് പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ. പിന്നെ ഇതാ ഇയർപോഡ്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണോ നിങ്ങൾക്ക് അത് ആവശ്യമുള്ളവർ ഭൂരിഭാഗം പേർക്ക് ആവശ്യമുണ്ടാവും. ആവശ്യമില്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കൊണ്ടുപോവുക. പിന്നെ സ്പ്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ ബ്ലാങ്കറ്റ് നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് ഇവിടെ അത് യൂസ് ചെയ്ത് എൻ്റെ പുതിയതല്ല കേട്ടോ. പക്ഷെ ഒരു ബ്ലാങ്കറ്റും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഇവിടെ അവിടെ യൂസ് ചെയ്താണ്. ഈ ബെഡ്ഷീറ്റും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ഒരെണ്ണം വാങ്ങുന്നത്. നിങ്ങളുടെ വീഡിയോ അങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. എന്നാൽ പോലും ഫിറ്റഡ് ഷീറ്റാണ്. നല്ല ക്ലോത്താണ് കേട്ടോ, വളരെ സോഫ്റ്റ്, വളരെ നല്ല ക്ലോത്ത്.
നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് 10 വർഷം കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കുന്നുള്ള എനിക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് പൈസ ചിലവാവുള്ളൂ. 10 പ്രാവശ്യം ചിലവാക്കുന്ന ആവശ്യകതയില്ല, ബുദ്ധിമുട്ടുമില്ല. ഒരേ സാധനം തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. പിന്നെ നമ്മുടെ അടുത്ത ലിസ്റ്റിലുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയി. പിന്നെ വേണ്ട ഒരു ഐറ്റംസാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള, കോളേജിൽ കൊണ്ടുപോകാനുള്ള ബാഗും സാധാ ടൈം പോകുന്ന ബാഗ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക. നമ്മൾ സ്കൂൾ ബാഗ് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റു ബാഗ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഴയുള്ള കൺട്രീസിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും കൂടി സ്യൂട്ടബിൾ ആയത് നോക്കിയിട്ട് വാങ്ങണം. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട്, ഇപ്പോൾ മേക്കപ്പ് സെറ്റ് നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു. അതിൽ പെൺകുട്ടികളാണെങ്കിൽ ഹെയർ സ്റ്റൈലിങ്ങിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് വാങ്ങുക. അതിൽ തന്നെ ഷാമ്പു, എണ്ണ, അങ്ങനത്തെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. ഹെയർ സ്റ്റൈലിംഗ് മാത്രമല്ല, പ്രൊട്ടക്ഷനോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എന്തൊക്കെ ഉണ്ടോ ആ ഒരു കാറ്റഗറി ഒരുമിച്ച് തന്നെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 10-30 ഐറ്റം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പിന്നെ സോപ്പോ ഷവർ ജെല്ലോ അങ്ങനത്തെ ഒക്കെ ഒരുപാടൊന്നും എടുക്കണ്ട. അത് കുറച്ച് നിങ്ങൾ നോക്കാം, അതൊക്കെ അവിടെയും കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ടോട്ട് ബാഗും ബാക്ക് പാക്കൊക്കെ നോക്കാം, അങ്ങനെ തന്നെ നോക്കുക. കോളേജിൽ പോകുന്ന സമയത്ത് നമുക്ക് ബാക്ക് പാക്കൊക്കെ തന്നെയായിരിക്കും സൗകര്യം. പിന്നെ നെയിൽ കട്ടർ നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല, അതൊക്കെ വാങ്ങണം. നമുക്ക് കുഞ്ഞ് ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ ലാപ്ടോപ്പ് ബാഗ്, ഇപ്പോൾ കോഴ്സ് പഠിക്കുന്ന ലാപ്ടോപ്പ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ലാപ്ടോപ്പ് നോക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ലാപ്ടോപ്പ് അവിടെ നിന്ന് വാങ്ങിയാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വില ഏകദേശം. പിന്നെ ഇവിടെ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് കുറവുണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. GCC എന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കും. നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻഡ്രൈവ് ആണെങ്കിൽ പെൻഡ്രൈവ്, പിന്നെ പവർ ബാങ്ക് നമ്മൾ കണ്ടുല്ലോ. പിന്നെ ചാർജർ, പിന്നെ കേബിൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ അടുത്ത ലിസ്റ്റിൽ അഡാപ്റ്റർ നമ്മൾ കാണിച്ചു. പിന്നെ കാൽക്കുലേറ്റർ, നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, ഫിനാൻസ് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങും. നിങ്ങൾ കോഴ്സിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ആക്സസറീസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും അത് സ്യൂട്ടബിൾ ആവില്ല. ടാബ്ലറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ ഫോൺ കവർ, ഫോൺ കേസ് നിങ്ങൾ നോക്കുക. പിന്നെ ഹെഡ്സെറ്റ് അങ്ങനത്തെ എന്താണെന്ന് വെച്ചാൽ ഇയർഫോണോ എന്താ നമ്മളിതാ കാണിച്ചു. പിന്നെ വേറെ എന്താ പെന്നുകൾ എടുക്കാൻ ശ്രമിക്കുക. പെന്ന്, പെൻസിൽ, നമ്മൾ മോള് കളർ പെൻസിലൊക്കെ കൊണ്ടുപോയിട്ട് പടം വരയ്ക്കാറുണ്ട്. അപ്പോൾ അവരുടെ കളർ പെൻസിലും കളർ ബുക്സൊക്കെ കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ തീരുമാനിക്കാം. പിന്നെ ഇനി നമ്മളിപ്പോൾ കോസ്മെറ്റിക്സ് ആയതും വസ്ത്രങ്ങളായതും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് എന്തെല്ലാം ഇപ്പോൾ കുട്ടികൾ അവിടെ കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുമായിരിക്കും അധികം. അപ്പോൾ ആ സമയത്ത് അവർക്ക് അതിന് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ, ഇപ്പോൾ ടിഫിൻ ബോക്സും സ്പൂണും നമ്മൾ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ കറി എടുക്കുന്ന കയ്യിൽ തവ, ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് തരം തവയാണോ യൂസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നത് അത്, ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയുടെ അത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുക്കർ നമ്മൾ സ്റ്റീൽ കുക്കർ വാങ്ങിയിട്ടുണ്ട്. സ്റ്റീൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇനിയിപ്പോൾ എന്നും മാറാനൊന്നും വേണ്ടല്ലോ. അപ്പം നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അങ്ങനത്തെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പറയാം. പിന്നെ വേറെ എന്താ പറയുക, സോസ് പാൻ പോലത്തെ പാത്രങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വാങ്ങിയതിൽ നമുക്ക് ചെറിയൊരു വെഡിത്തം വന്നു. അതും കൂടി നിങ്ങളോട് വെഡിത്താൻ തന്നെ പറയാൻ പോവുകയാണ്. പിന്നെ കാരണം സ്റ്റീൽ ഹാൻഡിൽ കിട്ടിയില്ല. ആ സ്റ്റീൽ പിന്നീടാണ് അതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചത്. പിന്നെ ആ വാങ്ങിയ വെസൽസ് നമുക്ക് ഒരുപാട് അത്ര വലിപ്പമുണ്ട് തോന്നുന്നില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു 4 കുട്ടികൾ കൂടിയിട്ടാണ് അവർ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ, റൂം സെപ്പറേറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ വീടൊക്കെ നോക്കുമ്പോൾ അധികം അങ്ങനെ സെപ്പറേറ്റ് 4 പേരൊക്കെ കൂടി ഒരു കിച്ചൺ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ 4 പേര് കൂടിയിട്ട് ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ണുന്നില്ലെങ്കിൽ പോലും അതായത് കുറച്ചൊരു ചോറ് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെസൽ അത്രയ്ക്ക് തന്നെ സ്യൂട്ടബിൾ ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതൊന്ന് വാങ്ങുന്ന സമയത്ത് ചിന്തിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കുക. ഇത് ഞാൻ തന്നെയാവോ, തന്നെയാണെങ്കിലും ഇത് എനിക്ക് കുഴപ്പമില്ല, കൂടുതലുള്ളവരും കൂടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇൻഡക്ഷൻ ബോട്ടം തന്നെ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അവിടെ ഇൻഡക്ഷൻ തന്നെയായിരിക്കും അധികം. ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ നോക്കിയിട്ട് തന്നെ വാങ്ങിയത്. പക്ഷേ ഒരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ഹാൻഡിൽ എന്നുള്ളതിന് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നെങ്കിലും ഓർഡർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ അതെന്തോ വിട്ട് പോയിട്ട് സ്റ്റീൽ ഹാൻഡിൽ വാങ്ങിയില്ല. അന്ന് അത്ര ഇങ്ങോട്ട് ചിന്തിക്കുകയും ചെയ്തില്ല. അപ്പോൾ സ്റ്റീൽ ഹാൻഡിൽ എപ്പോഴും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും അത് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒന്നും കൂടിയും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇത് സ്റ്റീൽ ഹാൻഡിലല്ല, പ്രസ്റ്റീജിൻ്റെയാണ് നമ്മൾ എല്ലാം സെലക്ട് ചെയ്തത്. സെറ്റ്
സെറ്റ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോയിൽ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് തുടക്കത്തിലാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കയ്യിൽ തവ അങ്ങനെയുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു അരി വാർക്കുന്നതിനൊക്കെ ഇവർ കുട്ടികളൊക്കെ കുക്കറിൽ അങ്ങനെ വെച്ച് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ മട്ടരിയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് വാർക്കണം തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു എന്താ പറയുക, ഒരു നെറ്റിൻ്റെ ഒരു പാത്രം ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. സ്റ്റീലിൻ്റെ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോയി കണ്ടതൊക്കെ വലിയ സൈസ് ആയതുകൊണ്ടാണ് വാങ്ങാതിരുന്നത്. അതൊക്കെ ഒന്നിച്ചുള്ള സെറ്റ് ഓർഡർ ചെയ്യുമ്പോൾ 7 സീറ്റൊക്കെ ഉള്ള സീറ്റല്ല 7 ടൈപ്സ് ഒക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസും കുറയും. അത് നിങ്ങൾ എപ്പോഴും നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം അതൊന്നും അത്ര ചിന്തിക്കാതെ ഒരു 3-4 മാസം മുന്നേ നമ്മൾ ഓർഡർ ചെയ്ത് പോയി. നിങ്ങൾ പ്രത്യേകം ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും കുറേ പേർക്ക് ഷോപ്പ് ചെയ്തപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നാലും ഇനി തുറന്ന് പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യുക സാധനങ്ങളെ. നിങ്ങൾക്ക് വേണ്ട, അതായത് ക്ലോത്തിങ് വേറെ, മേക്കപ്പ് വേറെ, കിച്ചൺ യൂട്ടൻസിൽസ് വേറെ, പിന്നെ അങ്ങനെ ആ ലെവലിൽ കാറ്റഗറൈസ് ചെയ്യുക. ഫുഡ് ഐറ്റംസ് വേറെ. ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നതും ഇൻക്ലൂഡഡും നോട്ട് ഇൻക്ലൂഡഡും ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ പോയതിന് ശേഷം ഞാനത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പാത്രങ്ങളുടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 above ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ 1, 2, 3, 4 പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ നോക്കി വായിക്കുന്ന പോലെ ആവേണ്ടതെന്ന് വിചാരിച്ചത് പറയാതിരുന്ന. പാത്രങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ കുടിക്കുന്ന കപ്പ്, ഒരു മഗ്, അതായത് അധികം സ്റ്റീലിൻ്റെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതൊന്നും ചൂടാക്കണം എന്നുണ്ടെങ്കിൽ അത് സ്റ്റീലിൻ്റെ തന്നെയാണെങ്കിൽ. പിന്നെ ഒരു പ്ലേറ്റ് സ്റ്റീലിൻ്റെ വാങ്ങിയാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫാഷൻ മുഴുവൻ നോക്കേണ്ട കാര്യമില്ല, നമ്മളാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കവറിങ് പോട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് പോട്ടിന് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആ സ്റ്റീൽ പ്ലേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റീൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഹോട്ട് ഫുഡൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റീലിലിട്ടിട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കഴിക്കാൻ പറ്റും. നമ്മൾ വലിയൊരു പാത്രം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പ്ലേറ്റ് തന്നെ. അപ്പോൾ ഒന്നും കൂടി നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ലഞ്ച് ബോക്സ്, ടിഫിൻ പല സൈസിലുള്ള വാങ്ങാൻ ശ്രമിക്കുക. ഒരു ലഞ്ച് ബോക്സ് മതിയാവില്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് അറ്റ്മോസ്ഫിയറിനനുസരിച്ചിട്ടും കോളേജിനനുസരിച്ചിട്ടും ടൈമിങ്ങിനനുസരിച്ചിട്ടും ഒന്നിലധികം ലഞ്ച് ബോക്സ് ചിലപ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ മറക്കാതിരിക്കുക. വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ ഫ്ലാസ്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ നിങ്ങൾ വീടെടുത്ത് തന്നെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫ്ലാസ്ക് അത്ര തന്നെ മസ്റ്റ് ഇല്ല, എന്നാലും വേണമെങ്കിൽ ഫ്ലാസ്ക്. പക്ഷേ വാട്ടർ ബോട്ടിൽ, നല്ല വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതും കൂടി വേണം. പിന്നെ വേറെന്താ, പിന്നെ കുട്ടികൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇതൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതും കാണിച്ചതും. അപ്പോൾ എല്ലാവരും വീഡിയോനെ സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.